കൊച്ചിയിൽ ഇന്നലെ അന്തരിച്ച RSS മുൻ കേരള പ്രാന്ത സംഘചാലക് PB മേനോന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണി മുതൽ ആലുവ ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനം നടത്തിയ ശേഷം വൈകിട്ട് 3-ന് ആലുവ തന്ത്രവിദ്യാപീഠ വളപ്പിലാണ് സംസ്കാരം നടക്കുക. PB മേനോന്റെ വസതിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ സ്വവസതിയിലായിരുന്നു പൊതുദർശനം. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി അവിടെ എത്തിച്ചേർന്നത്. ഇന്ന് അന്ത്യകർമ്മങ്ങളാണ്. അതിനു മുൻപ് രാവിലെ 10 മണിക്ക് ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. എത്ര സമയമാണ് അവിടെ പൊതുദർശനത്തിന് അനുവദിച്ചിരിക്കുന്നത്? തുടർന്ന് അന്ത്യകർമ്മങ്ങൾ എപ്പോഴായിരിക്കും? രോഹിണി, ഇപ്പോൾ പൊതുദർശനം അദ്ദേഹത്തിൻ്റെ ആലുവയിലുള്ള ആ വീട്ടിലാണ് പൊതുദർശനം നടക്കുന്നത്. അതിനുശേഷം 10 മണിയോടെ ആലുവ ടൗൺ ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. അതിനുശേഷം 3 മണിയോടെ ആലുവ തന്ത്രവിദ്യാപീഠത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ മേനോൻ സാർ എന്ന അവരുടെ പ്രിയപ്പെട്ട PB മേനോൻ എന്ന മേനോൻ സാറിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിലുള്ളവരാണ്. നമുക്കറിയാം, ഇന്നലെയും സംഘത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളും ഒപ്പം തന്നെ PB മേനോൻ സാറിനൊപ്പം സംഘപ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്ന ആളുകളുമെല്ലാം തന്നെ അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ നടൻ മോഹൻലാലിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ആരംഭത്തിലുള്ള മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. മോഹൻലാൽ അടക്കം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് അനുശോചന സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. അങ്ങനെ സമൂഹത്തിന് എന്തായിരുന്നു PB മേനോൻ സാർ എന്നതിന് തെളിയിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ ആളുകൾ ഓർത്തെടുക്കുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. കാരണം സമൂഹ നന്മയ്ക്കായി ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തിയ രാഷ്ട്രസേവനം മുഖമുദ്രയാക്കിക്കൊണ്ട് 1973 ക്ഷേത്ര സംരക്ഷണ സമിതിയിലൂടെ സംഘപ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറി. ആ സംഘപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. സംഘപ്രവർത്തനം എന്നത് സേവന പ്രവർത്തനങ്ങളുടെ കൂടി ഒരു അവസരമാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനാവുകയായിരുന്നു. അങ്ങനെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംഘത്തിൻ്റെ വളർച്ചയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഘത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്ന 2 പതിറ്റാണ്ട് അദ്ദേഹം പ്രാന്ത സംഘചാലക് എന്ന ചുമതലയിൽ തുടർന്നു. 2003 മുതൽ പ്രാന്ത സംഘചാലക് എന്ന ചുമതലയിലായിരുന്നു PB മേനോൻ സാർ ഉണ്ടായിരുന്നത്. ആ 2 പതിറ്റാണ്ട് കാലവും സംഘത്തെ കേരളത്തിൽ ഏറെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാക്കുന്നതിനുമെല്ലാം മേനോൻ സാറിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ആരംഭിച്ച വിവിധ സാംസ്കാരിക സംഘടനകളാണെങ്കിലും സന്നദ്ധ സേവന സംഘടനകളാണെങ്കിലും എല്ലാം തന്നെ അതെല്ലാം മറ്റ് ഒരു സംഘടനയ്ക്കും കഴിയാത്ത വിധത്തിൽ സംഘത്തിൻ്റെ അനുബന്ധ സംഘടനകളായി അതെല്ലാം വളർന്ന് പന്തലിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. സംഘത്തിൻ്റെ പല ഓഫീസുകൾക്കും ആരംഭം കുറിച്ചത്, അല്ലെങ്കിൽ പുതിയ ഓഫീസുകൾ ആരംഭിച്ചത് PB മേനോൻ സാർ മുൻകൈ എടുത്തായിരുന്നു. മറ്റ് വാടക കെട്ടിടങ്ങളിൽ എല്ലാം പ്രവർത്തിച്ചിരുന്ന സംഘത്തിൻ്റെ പല ഓഫീസുകൾക്കും സ്വന്തമായി കെട്ടിടം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി അതെല്ലാം യാഥാർത്ഥ്യമാക്കിയ ഒരു സ്വപ്നം മേനോൻ സാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയും അത് യാഥാർത്ഥ്യമാക്കാൻ അവസാനം വരെ അദ്ദേഹം മുന്നിലുണ്ടാകും എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. തന്ത്രവിദ്യാപീഠം, ബാലസംസ്കാര കേന്ദ്രം, ഡോക്ടർ ഹെഡ്ഗേവാർ സ്മാരക സേവാ സമിതി, അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം, രാഷ്ട്രധർമ്മ പരിഷത്ത് തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഭാഗഭാക്കായിട്ടുണ്ട്. നടൻ മോഹൻലാൽ ആരംഭിച്ച വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന ചുമതലയിൽ അദ്ദേഹം തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഈ
ഈ അസുഖബാധിതനായ സമയത്ത് പോലും, അസുഖബാധിതനായി കഴിഞ്ഞ ആ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നൊരു കാര്യം തന്നെയായിരുന്നു മേനോൻ സാർ എപ്പോഴും ആലോചിച്ചിരുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് മേനോൻ സാർ പൊതുരംഗത്തേക്ക് ആദ്യമായി കടക്കുന്നത്. അങ്ങനെ മാധവ്ജിയുടെ ഒരു പ്രേരണയിൽ മാധവ്ജി മുന്നോട്ട് വഹിച്ച രാഷ്ട്ര സേവനത്തിൻ്റെയും ആധ്യാത്മികതയുടെയും വഴിയിൽ RSS പ്രചാരകനായിരുന്ന മാധവ്ജിയുടെ പാത പിന്തുടർന്നാണ് PB മേനോൻ സാറും രാഷ്ട്ര സേവനത്തിൻ്റെ വഴിയിൽ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വഴിയിൽ ചലിക്കാൻ തീരുമാനിച്ചത്. സംഘമാണ് തൻ്റെ വഴിയെന്ന് അദ്ദേഹം ഉറച്ചു തീരുമാനമെടുത്തു. തൻ്റെ തിരക്കുകൾക്കിടയിലും, കാരണം വലിയൊരു ചാർട്ടേഡ് അക്കൗണ്ടാണ്, അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. തുടക്കകാലത്ത് അധികം ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഇല്ലാതിരുന്ന കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ ബാലൻ ആൻഡ് കമ്പനി അത്രമാത്രം പ്രശസ്തമായിരുന്നു. പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിനെത്തി. ആ കാണുന്നതിനെത്തിയപ്പോൾ പോലും കാണാനെത്തിയ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള അതിഥികൾ പോയാൽ ഏറ്റവും അടുത്ത പരിഗണന അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇറങ്ങിയാൽ അവിടെ ിരിക്കുന്നത് ഒരു സംഘപ്രവർത്തകനാണ് എന്നറിഞ്ഞാൽ അവരെ ആദ്യം അദ്ദേഹം അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയും സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയാൻ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും എല്ലാം ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു മേനോൻ സാർ എന്ന് സംഘപ്രവർത്തകർ അനുസ്മരിക്കുകയും ചെയ്യുന്നു. കാരണം പഴയകാല സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളാണെങ്കിലും പുതിയ കാലത്തെ സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ അവർക്ക് ആരായിരുന്നു മേനോൻ സാർ എന്ന് പ്രത്യേകം പറഞ്ഞു നൽകേണ്ട കാര്യമില്ല. കാരണം അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടതാണ്. 78-ൽ സംഘത്തിൻ്റെ ജില്ലാ പ്രാഥമിക ശിക്ഷണ ശിബിരം കാലടിയിൽ നടന്നപ്പോൾ ആ ശിബിരത്തിൽ അദ്ദേഹം ശിബിർ അധികാരിയായി പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ സംഘത്തിൽ അദ്ദേഹം എത്തിയ സമയത്ത് അതിനുശേഷം സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സംഘ സ്വയംസേവകനായി മാറി അതിൻ്റെ ശിബിരങ്ങളിലെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് എങ്ങനെ ഒരു സ്വയംസേവകൻ പ്രാഥമിക ഘട്ടം മുതൽ സംഘത്തിൻ്റെ ഭാഗമായി മാറണം, അതിന് സംഘശിബിരങ്ങളിലൂടെ തന്നെ താൻ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അത്തരത്തിൽ ജിജേഷ് തുടരുക. നമുക്ക് ജിജേഷിലേക്ക് എത്താം. കൊച്ചിയിൽ ഇന്നലെ അന്തരിച്ച RSS മുൻ കേരള പ്രാന്ത സംഘചാലക് PB മേനോന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 10 മണി മുതൽ ആലുവ ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനം നടത്തിയ ശേഷം വൈകിട്ട് 3-ന് ആലുവ തന്ത്രവിദ്യാപീഠ വളപ്പിലാണ് സംസ്കാരം നടക്കുക. ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിലായിരുന്നു പൊതുദർശനം. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രേഷ്മ ബാബുവിലേക്ക് കൂടി പോവുകയാണ്. രേഷ്മ, ലാളിത്യം ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി സേവന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിച്ച വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ച ഓരോരുത്തരും എടുത്തു പറയുന്നതും അതാണ്. ഒരു വലിയ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നിട്ട് പോലും അദ്ദേഹം സേവന പ്രവർത്തനങ്ങളിൽ എത്രമാത്രം വ്യാപൃതനായിരുന്നു എന്നാണ്. സംഘത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട്, ദേശീയ സംഘപ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടി കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴും അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്ന് അദ്ദേഹം കരുതിയത്. അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ എപ്പോഴും ആ രീതിയിലും കൂടി സ്മരിക്കപ്പെടുന്നത്. അതെ, രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ലാളിത്യം മുഖമുദ്രയാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു മേനോൻ സാറിൻ്റേത്. മേനോൻ സാറിനെ ഇന്നലെ മുതൽ ഇവിടെ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ പലരും നമ്മോട് പറയുന്നത് അത്രയധികം വിനയാന്വിതനായിട്ട് മാത്രമേ മേനോൻ സാറിനെ തങ്ങൾ കണ്ടിട്ടുള്ളൂ. ഏതൊരു കാര്യത്തിനും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയമോ ചോദ്യമോ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ തിരികെ പോകുന്ന സമയത്ത് ഒരു ഉത്തരം ബാക്കി ഉണ്ടാകും. കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളിലും അവഗാഹമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മേനോൻ സാറിൻ്റേത്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് പക്വമായൊരു നിലപാട് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വന്ന സമയത്ത് അദ്ദേഹവും നമ്മളോട് പറഞ്ഞത് പക്വമായിട്ടുള്ള നിലപാടുകൾ. ഏകദേശം 30 വർഷത്തോളം അദ്ദേഹവുമായിട്ട് ജോർജ് കുര്യന് ബന്ധമുണ്ടായിരുന്നു. അത്ര കണ്ട് പക്വമായിട്ടുള്ള നിലപാട് പല വിഷയങ്ങളിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആയിരുന്നു മേനോൻ സാർ. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, അതോടൊപ്പം ജസ്റ്റിസ് N നഗരേഷ് ഉൾപ്പെടെയുള്ള നിരവധി പേരും സംഘകാര്യകർത്താക്കളും ഇവിടെ അദ്ദേഹത്തിൻ്റെ ആലുവയിലെ സ്വവസതിയിലെത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ഇനിയുള്ള ഒരു സംസ്കാര ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണം
ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 10 മണി മുതൽ ടൗൺ ഹാളിൽ, ആലുവ ടൗൺ ഹാളിൽ 1 മണി വരെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാണ് അന്ത്യകർമ്മങ്ങൾക്കായിട്ട് തന്ത്രവിദ്യാപീഠത്തിലേക്ക് കൊണ്ടുപോകുക. ഈ തന്ത്രവിദ്യാപീഠവും മേനോൻ സാറും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. കാരണം നമുക്കറിയാം തന്ത്രവിദ്യാപീഠം എങ്ങനെയാണ് കേരളത്തിൽ ഉടലെടുത്തതെന്നും അതിൻ്റെ പിറവി ഏത് വിധത്തിലായിരുന്നുവെന്നും പാലിയം വിളംബരം ഒക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. മാധവ്ജി പാലിയം വിളംബരവും അതോടൊപ്പം തന്നെ പിന്നീട് തന്ത്രവിദ്യാപീഠം സ്ഥാപിക്കുന്ന ഒരു സമയം, ആ സമയത്ത് മാധവ്ജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് മേനോൻ സാർ. അദ്ദേഹത്തോടൊപ്പം മാധവ്ജിയുമായിട്ടുള്ള സമ്പർക്കത്തിന് ശേഷമാണ് മേനോൻ സാറ് ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്കൊക്കെ തന്നെ കടന്നു വരുന്നത്. അതിനും ശേഷമാണ് സംഘം എന്ന മഹാപ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ ആത്മീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരുന്ന അതേ സമയത്ത് തന്നെയാണ് സംഘം എന്നുള്ള ആശയത്തിലേക്കും അദ്ദേഹം കടന്നു വന്ന് ആ മഹാഗംഗാ പ്രവാഹത്തിൽ ഭാഗഭാക്കായത്. പിന്നീട് ആലുവ ജില്ലയുടെ സംഘചാലകായി, അതിനുശേഷം എറണാകുളം വിഭാഗിൻ്റെ സംഘചാലകായി. അതിനും ശേഷം 1999 മേനോൻ സാറ് സഹപ്രാന്ത സംഘചാലകൻ എന്നുള്ള ചുമതലയിലേക്ക് കടന്നു വരുന്നത്. 2003 പ്രാന്ത സംഘചാലകൻ എന്നുള്ള ചുമതല ഏറ്റെടുത്ത ശേഷം 2 പതിറ്റാണ്ട് കാലം അദ്ദേഹം ആ ചുമതലയിൽ തുടർന്നു. ആ 2 പതിറ്റാണ്ട് കാലവും സംഘത്തിൻ്റേതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രയുണ്ടായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ സംഘശിക്ഷാ വർഗുകളുടെയും ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ കടന്നു വരുന്ന എല്ലാ പ്രചാരകന്മാർക്കും കാര്യകർത്താക്കൾക്കും ഒരു പ്രേരണാ ശക്തിയായിട്ട് അദ്ദേഹത്തിന് നിലകൊള്ളാൻ സാധിച്ചു. അദ്ദേഹം കടന്നു വരുന്നത് യൗവന കാലഘട്ടത്തിലൊന്നും അല്ല രോഹിണി. അതായത് അദ്ദേഹം കടന്നു വരുന്നത് ഗൃഹസ്ഥ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് സംഘത്തിലേക്ക് കടന്നു വന്ന് സംഘത്തിൻ്റേതായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുന്നത്. സമാജ സേവനമാണ് തൻ്റെ ഇനിയുള്ള ജീവിത ലക്ഷ്യമെന്ന് അദ്ദേഹം അറിയുന്നത് മാധവ്ജിയുമായിട്ട് സമ്പർക്കത്തിൽ തുടർന്ന സമയത്ത് ആണ്. അങ്ങനെയാണ് അദ്ദേഹം ക്ഷേത്ര സംരക്ഷണ സമിതിയിലേക്കും തുടർന്ന് സംഘ പ്രസ്ഥാനത്തിലേക്കും വന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം എന്ന് പറയുന്നത് സമാജ സേവനത്തിന് വേണ്ടിയിട്ട് ഏതൊരു വ്യക്തിയും തൻ്റെ സമയം അത് ഏത് വിധത്തിലാണെങ്കിലും ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു മേനോൻ സാർ എപ്പോഴും അദ്ദേഹത്തെ കാണാൻ വരുന്ന ഏതൊരു കാര്യകർത്താവിനോടും പറഞ്ഞിരുന്നത്. അതായത് ഈ തനിക്ക് വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന അതേ സമയത്ത് തന്നെ കൂടുതൽ പ്രാധാന്യം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ സംഘ ആശയങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, ഹിന്ദു സമാജത്തിന് സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു മേനോൻ സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അദ്ദേഹം അവസാന നാളുകളിൽ കൂടി അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരുന്നു. കാരണം അദ്ദേഹം അവശനിലയിലാകുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹം എല്ലാ സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരുന്നു. സമാജ സേവനത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരുന്നു. അദ്ദേഹം ആലുവ ഗ്രാമസേവാ സമിതി എന്നുള്ള ഒരു സംഘടന തന്നെ രൂപീകരിച്ചു. ആലുവയിലെ എല്ലാ ഇടങ്ങളിലും എല്ലാവർക്കും എന്താവശ്യമുണ്ടെങ്കിലും ആ സേവന പ്രവർത്തനങ്ങളുമായിട്ട് ആ സംഘടന മുന്നിട്ട് നിന്നിരുന്നു. മാതൃശാലയാണെങ്കിലും ഒക്കെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്നത്. അത്തരത്തിൽ സംഘപ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലും സേവനങ്ങൾ കൊണ്ടുവരാനായിട്ട്, സേവാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിട്ട് മുന്നോട്ട് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് തന്നെയാണ് ഇന്നലെ മുതൽ ഈ വീട്ടിലേക്ക്, മേനോൻ സാറിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീട്ടിലേക്ക് എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. അവർ നമ്മോട് പങ്കുവെച്ച ഓർമ്മകളും അത് തന്നെയാണ്. ഒട്ടനവധി പേരാണ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ 5 മണിക്കാണ് ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ആലുവയിലെ സ്വവസതിയിലേക്ക് എത്തിച്ചു. അന്നേരം മുതൽ അണമുറിയാത്ത ജനപ്രവാഹം ഇവിടെയുണ്ട്. അത് വിവിധ മേഖലകളെന്ന് പറയുമ്പോൾ ഇതര മതസ്ഥരുണ്ട്, എല്ലാവരുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മേനോൻ സാറിൻ്റേത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ഒന്നുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം വിനയത്തോടു കൂടി സംസാരിക്കുകയും കൃത്യമായിട്ട് ഹിന്ദു സമാജത്തിന് ഒരു ആവശ്യം വരുന്ന സമയത്ത്, ഒരു വെല്ലുവിളി ഉയർത്തുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു വെല്ലുവിളി നേരിടേണ്ട സമയത്ത് ആ സമാജത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മുന്നിട്ട് നിൽക്കുമായിരുന്നു. ഹിന്ദു സമൂഹത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിച്ച ആളുകളുടെ പേര് പറയുകയാണെങ്കിൽ അതിലൊന്ന് PB മേനോൻ സാറിൻ്റേതാണ്. അത്ര കണ്ട് അദ്ദേഹം നെടുനായകത്വം വഹിച്ചിട്ടുണ്ട് ഹിന്ദു സമാജത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹിന്ദു സമാജത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്. അത്തരത്തിലൊരു വ്യക്തി വിടവാങ്ങുന്ന സമയത്ത് അദ്ദേഹം കൊളുത്തിവിട്ട ആ പ്രേരണാ സ്രോതസ് അത് വീണ്ടും കത്തി നിൽക്കും. നിലവിൽ ഇനി മുന്നോട്ട് വരുന്ന എല്ലാ സംഘകാര്യകർത്താക്കൾക്കാണെങ്കിലും ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതൊരു പ്രേരണാ സ്രോതസ്സായിട്ട് മാറി നിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. രോഹിണി, തീർച്ചയായും രേഷ്മ, അത് മാത്രമല്ല നമുക്കറിയാം ഏകദേശം 2 പതിറ്റാണ്ടോളമാണ് അദ്ദേഹം
ക്ഷമിക്കണം, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നീട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനത്തിലേക്ക് എത്തിയത്, പിന്നീട് പ്രാന്ത് സംഘചാലകായി ഏകദേശം 2 പതിറ്റാണ്ടോളം തന്നെ ആ ചുമതലയിൽ തുടർന്നു എന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹത്തെ അനുസ്മരിച്ചപ്പോൾ പറഞ്ഞത് സേവന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എത്രത്തോളം നേതൃത്വം നൽകിയിരുന്നു, പ്രാമുഖ്യം നൽകിയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തീരാ നഷ്ടമാണ് എന്നും അദ്ദേഹം അനുസ്മരിച്ചത് അല്ലേ? അതെ രോഹിണി, അതായത് അദ്ദേഹം വിടവാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്. കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം ഈ അവശനിലയിലാകുന്നതിന് തൊട്ട് മുൻപ് വരെ എല്ലാ സേവന പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നു. ചുമതല ഇല്ലെങ്കിൽ കൂടിയും അദ്ദേഹം ഇവിടെ എത്തുന്ന എല്ലാ കാര്യകർത്താക്കൾക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാത്തിലും പ്രോത്സാഹനം നൽകിയുണ്ടായിരുന്നു. അത് തന്നെയാണ് കാരണം ഏതൊരു വ്യക്തിയും അവസാന നാളുകളിൽ കൂടിയും സമാജത്തിന് വേണ്ടിയിട്ട് ആ പ്രേരണാദായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നുള്ളതായിരുന്നു മേനോൻ സാറ് പറഞ്ഞിരുന്നത്. ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന വിധം അദ്ദേഹം തന്നെ അത് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ആ പ്രവർത്തനം ഏത് വിധത്തിലാകണമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ കാണിച്ചു തന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏത് വിധത്തിലാണ് മേനോൻ സാറ് നവോത്ഥാന മുന്നേറ്റത്തിൽ പങ്കാളികളായി അല്ലെങ്കിൽ പങ്കാളിത്തം വഹിച്ചു എന്നുള്ള കാര്യത്തിലും നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം തന്ത്രവിദ്യാപീഠത്തിൻ്റെ ഒക്കെ തന്നെ പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതാണ്. തന്ത്രവിദ്യാപീഠത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായിട്ട് ഭാഗഭാക്കായ വ്യക്തിയായിരുന്നു മേനോൻ സാർ. അത് നമുക്കറിയാം. ഈ അബ്രാഹ്മണർക്ക് ഇന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരുടെ നിയമിക്കുന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായത് തന്ത്രവിദ്യാപീഠമാണ്, അതിനടിസ്ഥാനമായത് പാല്യം വിളംബരമാണ്. അതിൻ്റെ ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ടാണെങ്കിലും അതിന് പിന്നീടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും നേതൃത്വം വഹിച്ച ഒട്ടുമിക്ക ആളുകൾക്കും അതിൽ ഒരു പ്രധാനി എന്ന് പറയുന്നത് മേനോൻ സാർ തന്നെയാണ്. കാരണം മാധവ്ജി അതിന് നേതൃത്വം കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മേനോൻ സാറും ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്നുള്ളത് തന്നെയാണ്. തന്ത്രവിദ്യാപീഠത്തിൽ നിരവധി കുട്ടികൾ 10ഓളം കുട്ടികളാണ് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചിറങ്ങുന്നത്. ജന്മം കൊണ്ട് മാത്രമല്ല ബ്രാഹ്മണ്യം നേടേണ്ടത്, കർമ്മം കൊണ്ട് നേടേണ്ടതുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകാം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് തന്ത്രവിദ്യാപീഠം ആലുവയുടെ പെരിയാർ തീരത്ത് പിറവി കൊണ്ടത്. ആ തന്ത്രവിദ്യാപീഠത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാമൂഹികമായിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. മറ്റൊന്ന്, ഈ ധനകാര്യ മേഖലയിൽ, കേരളത്തിലെ ധനകാര്യ മേഖലയിലും ഒരു മുന്നേറ്റത്തിന് അദ്ദേഹത്തിന് നേതൃത്വം വഹിക്കാൻ സാധിച്ചു എന്നുള്ളതും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. KPB നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ധനകാര്യ സ്ഥാപനം, അതിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലും മേനോൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ KPB നിധി ലിമിറ്റഡ് എന്ന് പറയുന്നത് അത് ഹൈന്ദവപരമായിട്ട് ബാങ്കിങ് മേഖലയിൽ വലിയൊരു മുന്നേറ്റത്തിന് വഴിവെച്ച ഒരു സ്ഥാപനം തന്നെയാണ്. അത്ര കണ്ട് ധനകാര്യപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രവർത്തനങ്ങളിലും സമാജത്തിൻ്റേതായിട്ടുള്ളൊരു പങ്കുണ്ടാകണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അതിൻ്റെ എല്ലാ തലങ്ങളിലും മേനോൻ സാറിൻ്റെ ഒരു പ്രേരണയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മേനോൻ സാറിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അതിൽ കൃത്യമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പ്രഗത്ഭനായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അദ്ദേഹം ആ ഒരു പ്രാഗൽഭ്യം ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം സംഘപ്രസ്ഥാനത്തിലേക്ക് വരുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അത്തരത്തിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിച്ച വ്യക്തി, ബഹുമുഖ പ്രതിഭ അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് നമുക്ക് എടുത്തു പറയാം. കാരണം അദ്ദേഹം ആത്മീയമാണെങ്കിലും ഭൗതികമാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എല്ലാ നിലപാടുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് സംഘപ്രസ്ഥാനങ്ങൾ ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും വളർച്ച കൈവരിക്കണം എന്നുള്ളതാണ്. അതായത് എല്ലാ ക്ഷേത്രകാര്യങ്ങളിലാണെങ്കിലും കൃത്യമായിട്ടുള്ള നിലപാടുകൾ സംഘപ്രസ്ഥാനങ്ങൾ എടുത്ത് ക്ഷേത്രകാര്യങ്ങളിലും ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങണം. അതോടൊപ്പം തന്നെ എല്ലാ സേവന പ്രവർത്തനങ്ങളും, അതിൽ ജാതി മത ഭേദമന്യേ സേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനായിട്ട് ഏതൊരു കാര്യകർത്താവും തയ്യാറാകണമെന്നുള്ളതായിരുന്നു മേനോൻ സാറ് പറഞ്ഞിരുന്നത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലേക്ക് കടന്നെത്തി വരുന്ന ആൾക്കാരുടെ അവരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ എറണാകുളം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ജീവിതം തന്നെ വഴിതിരിച്ചു വിട്ട ഒട്ടനവധി പേരുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന്
അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 10 മണി മുതൽ 12:30 1 മണി വരെയാണ് ആലുവ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായിട്ടുള്ള സമയം ക്രമീകരിച്ചിട്ടുള്ളത്. അവിടേക്കും വലിയൊരു ജനങ്ങളുടെ ഒഴുക്ക് ഉണ്ടാകും. നിലവിൽ സംഘ കാര്യകർത്താക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വീട്ടിലാണ് നിലവിൽ പൊതുദർശനം പുരോഗമിക്കുന്നത്. ഇന്നലെ 5 മണി മുതൽ ഈ മേനോൻ സാറിൻ്റെ ആലുവയിലെ വസതിയിൽ പൊതുദർശനമുണ്ട്. അവിടെ അന്നേരം മുതൽ അണമുറിയാത്ത ജനങ്ങളുടെ പ്രവാഹം ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. അല്ലെങ്കിൽ അത്ര കണ്ട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് തന്നെയാണ് മേനോൻ സാറിന് ഈ പൊതുസമൂഹം, കേരളത്തിലെ സാംസ്കാരിക സമൂഹം നൽകുന്ന യാത്രാമൊഴി. എന്തായാലും അത്ര കണ്ട് പ്രിയപ്പെട്ട മേനോൻ സാർ വിടവാങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, അദ്ദേഹം കൊളുത്തിവിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അവലംബിച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് പോകും. അതുതന്നെയാണ് മേനോൻ സാറിന് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്ന ഒരു ആദരാഞ്ജലി.